ദേവേട്ട, ഞാൻ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. തക്കതായ കാര്യങ്ങളുണ്ടായപ്പോ പോയി, അത് ശരിയാ. നന്ദിനിയുടെ കയ്യില് തോക്കുണ്ടെന്നോ? അത് അവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാക്കയെ വെടിവെച്ച് കൊല്ലാം. ദേവേട്ടൻ റാസൽ കൈമേ പോയി 2 വീശാൻ നോക്ക്. ഫോൺ വെക്ക്. ഓ, നിനക്ക് എന്റെ അടുത്തേക്കുള്ള വഴിയൊക്കെ അറിയാമോ? വഴിയൊക്കെ മറക്കുന്നത് നല്ലതൊന്നും ഈ വഴിയിൽ ഓർക്കാനില്ലാത്തോണ്ട്. നിന്റെ അമ്മ വീട്ടുകാർ നല്ല നല്ല സമ്മാനങ്ങളാണല്ലോ മാധവ മന്ദിരത്തുകാർക്ക് തരുന്നതും തന്നുകൊണ്ടിരിക്കുന്നതും. അമ്മായി, അമ്മായിയോട് തർക്കിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കതിന് നേരവുമില്ല. നീ നേരം കണ്ടെത്തുന്നത് വേറെ പലതിനും ആണല്ലോ. മീഡിയക്കാരോടാടി, സസ്പെൻഷൻ വാങ്ങിച്ചു കെട്ടല്, ഇനി ഡിസ്മിസൽ ഓർഡർ കൂടി താമസിയാതെ കയ്യിൽ വരും. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാന്നൊന്നും കരുതണ്ട. മീനാക്ഷി അമ്മായിയുടെ അടുത്ത് വന്നിരുന്നു. ആര്? മീനാക്ഷി, എന്റെ ഭാര്യ മീനാക്ഷി. അവള് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ മകളും കൂടിയാ. അതായിക്കോട്ടെ, അവൾ അമ്മായിയെ കാണാൻ വന്നോന്നാ എനിക്കറിയേണ്ടത്. വന്നില്ല. എന്താ, അവള് ചെമ്പകമംഗലത്തില്ലേ? ഇല്ല. പിന്നെ പിന്നെ അവൾ എവിടെ പോയി? നിന്നോടാ ഞാൻ ചോദിച്ചത് അവൾ എവിടെ പോയെന്ന്. എന്തായാലും അവൾ അമ്മായിയുടെ അടുത്തില്ലല്ലോ. നിക്കടാ അവിടെ. അങ്ങനെ നീ അങ്ങ് പോവാൻ വരട്ടെ. അവൾ എവിടെ പോയിന്ന് എന്നോട് പറഞ്ഞിട്ട് പോയാ മതി. അവള് മുത്തശ്ശിയുമായി എന്തോ കാര്യം പറഞ്ഞ് പിണങ്ങി. മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് ശരി. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. ചെമ്പകമംഗലത്തുകാർ എന്റെ കുഞ്ഞിനെ അവിടുന്ന് ഇറക്കി വിട്ടു. അമ്മായി വെറുതെ ഇല്ലാത്തതൊന്നും പറഞ്ഞുണ്ടാക്കരുത്. മീനാക്ഷിയെ ആരും അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല. തനിയെ ഇറങ്ങിപ്പോയതാ. നീ നിന്റെ അമ്മ വീട്ടുകാരെ ന്യായീകരിക്കാനൊന്നും നോക്കണ്ട. എനിക്കറിയാം. എനിക്കറിയാവുന്നിടത്തോളം ചെമ്പകമംഗലത്തുകാരെ മറ്റാർക്കും അറിയില്ല. എന്റെ അനിയത്തിയെ കൊന്നത് നിന്റെ വല്യമ്മാവനാ, ജയറാം. അവനെ കാലം കൊണ്ടുപോയി. എന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ നീ കൂട്ടു നിന്നാലേ ഒന്നിനെയും ഈ ഇന്ദ്രജ വെറുതെ വിടില്ല. എന്താ തല്ലുന്നില്ലേ? സ്ത്രീകളെ തല്ലുന്നത് എന്റെ കൾച്ചറിന് ഒട്ടും ചേർന്നല്ല. അതോ വേണ്ടെന്ന് വെച്ചത്. ഡ്യൂട്ടിയിൽ നിൽക്കുന്ന യൂണിഫോം ഇട്ട പോലീസ് ഓഫീസറാ ഞാൻ. എന്നെ തൊട്ടാലേ നിങ്ങൾ വിവരം അറിയും. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ കവിളത്ത് നിങ്ങളുടെ കൈയൊന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കരിയർ എനിക്ക് അവസാനിപ്പിക്കാമായിരുന്നു. ഞാൻ തോറ്റു നിൽക്കുകയാണെന്നൊന്നും നീ കരുതണ്ട. നിങ്ങൾ ഇനി ജയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നതാ ദൈവം. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇത് എന്റെ റിവഞ്ച് ഒന്നുമല്ല, ഒരു പണിഷ്മെന്റാ. എന്നെ അവഗണിച്ചതിനുള്ള ശിക്ഷ. എന്റെ സബോർഡിനേറ്റ്സ് ഒക്കെ നോക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മനസ്സൊന്ന് നന്നായി കലക്കാമായിരുന്നു. സിറ്റുവേഷൻ അത്ര ശരിയല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. എല്ലാ കാലത്തും ഞാൻ യൂണിഫോം ഇല്ലാതെ നടക്കുമെന്ന് നീ കരുതണ്ട. ഒരു പ്രൊഫഷണൽ ഫൈറ്റർ അപ്പ തുടങ്ങാം. ഇപ്പൊ ഞാൻ പോവാ. ആരുടെയും സഹായം ഇല്ലാതെ എന്റെ മീനാക്ഷിയെ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ.
അവന്റെ ഒരു മീനാക്ഷി. എന്താ കുട്ടി, പോകുന്നില്ലേ വീട്ടില്? നേരം വൈകി, ഇനി ഇവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല. രാത്രിയിൽ കടപ്പുറം ആകെ മോശമാ. പെണ്ണുങ്ങൾക്ക് ഒട്ടും ഇരിക്കാൻ പറ്റില്ല. മോളിതകം വീട്ടിൽ പോവാൻ നോക്ക്. നീയല്ലേ പറഞ്ഞത് കൈവിട്ടു പോയതെല്ലാം നേടിത്തരുമെന്ന്? ഇവിടുന്ന് നഷ്ടപ്പെട്ട വാളും കുഞ്ഞും എന്റെ കൊച്ചുമകന്റെ ജോലിയെല്ലാം. എന്നിട്ട് നീ എന്ത് നേടിക്കൊണ്ട് തന്നടി? ഞാനിവിടുന്ന് പോവാ. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ ചെറുപ്പമംഗലത്തിന്റെ പടി ചവിട്ടും.